ഹായ്. അപ്പോഴേ ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ? ഉണ്ടാവാൻ വഴിയില്ല, ഞാനിന്ന് എൻ്റെ വീട്ടിലാണ്. ഇതാണ് എൻ്റെ പപ്പയുടെയും അമ്മയുടെയും പാരഡൈസ്. ശരിക്കും ഇത് പാരഡൈസ് തന്നെയാണ് കേട്ടോ. ദേ ഫ്രണ്ടിൽ മുറ്റത്തേക്ക് ഇറങ്ങണത് കണ്ടം. ഇത് എൻ്റെ പപ്പ സ്വന്തമായിട്ട് വിതയ്ക്കുന്ന കണ്ടമാണ് കേട്ടോ. എൻ്റെ പപ്പ ദേ കണ്ടെത്തി പോയതാണ്. ദേ വരുന്നുണ്ട്, കാണിച്ചു തരാവേ. ഇതാണ് എൻ്റെ പപ്പ. ഹായ് പറ പപ്പ. ഹായ്. പപ്പായുടെ മെയിൻ കൃഷിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പപ്പായി ഞങ്ങളുടെ കണ്ടത്തിലൊക്കെ പോയി വാഴയിലയും വാഴക്കൊലയും കപ്പയൊക്കെ പുറവശത്ത് കൊണ്ട് വെച്ചായിരുന്നു നേരത്തെ. അപ്പോൾ അതൊക്കെ പറിച്ചുകൊണ്ട് വന്ന് കുഞ്ഞി ചേനയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ചുകൊണ്ട് വന്ന് പപ്പായി ഇങ്ങനെ വെക്കണു. രാവിലെ ഏറ്റ് കഴിഞ്ഞാൽ പപ്പായ ഇങ്ങനെ കൃഷിസ്ഥലമൊക്കെ പോയി ഇങ്ങനെ കണ്ട് കേട്ട് ഓരോ സാധനമൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ടൊക്കെ വന്നില്ലേ, പപ്പായ്ക്ക് ഒരു മനസ്സമാധാനവും ഇല്ല കേട്ടോ. ചെറുപ്പം തൊട്ടേ ഞാൻ അങ്ങനെയാണ് കണ്ടേക്കണേ. ഇത് ഞങ്ങളുടെ കൃഷി സാധനങ്ങളൊക്കെ വെക്കുന്ന ഔട്ട് ഹൗസ്. ശരിക്കും ഇത് പാരഡൈസ് തന്നെയാണ് കേട്ടോ. കാരണം ഇതിനകത്തില്ലാത്ത സാധനങ്ങളൊന്നുമില്ല. കൊക്കോ, മാങ്ങയല്ല മാവ്, പ്ലാവ്, ഒരു 5-6 വെറൈറ്റി പ്ലാവുകൾ തന്നെയുണ്ട്. പിന്നെ എന്താ ചാമ്പ, നെല്ലി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഞാൻ വന്നു കഴിഞ്ഞ് ഇവിടെ എൻ്റെ കണ്ണ് മുഴുവൻ മരത്തേക്കൂടെ ആയിരിക്കും. കാരണം എന്നെ മാന്തിക്കൊണ്ട് പോകാൻ കിട്ടണമെന്നായിരിക്കും എൻ്റെ ആദ്യത്തെ ചിന്ത. എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആയിരിക്കില്ലേ, സ്വന്തം വീട്ടിൽ വന്നാൽ എന്താണോ കിട്ടണത് അതൊക്കെ മാന്തിക്കൊണ്ട് പോകും. ഞാൻ പ്രത്യേകിച്ച്, എനിക്ക് അന്നേരം 10 കൈയുണ്ട്. എൻ്റെ 2 കുരിപ്പുകളാണ് ഇവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നത്. ഊഞ്ഞാല് കെട്ടിയേക്കുന്ന റംബൂട്ടാനല്ല അട്ടാ. റംബൂട്ടാൻ ഇത്തവണ കായ്ച്ചില്ല, അതുകൊണ്ട് പപ്പായി അത് വെട്ടിക്കളഞ്ഞു. ശകരമൊക്കെ ഒന്ന് ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ എൻ്റെ പപ്പ പിടിപ്പിച്ചിരിക്കുന്നത് എൻ്റെ നാക്കിടയ്ക്ക് വെട്ടുന്നുണ്ട് കേട്ടാ. അത് ജന്മന ഉള്ളതാണ്, ഒന്ന് ക്ഷമിച്ചേക്കടേ. എൻ്റെ പപ്പ സ്വന്തമായിട്ട് നട്ടുപിടിപ്പിച്ച കൊക്കോകളാണ്. പല പല വെറൈറ്റികളുണ്ട്. ഇത് ഇരുമ്പുളി കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. മുറ്റത്ത് തന്നെ കിണറുണ്ട്. ഞങ്ങൾക്ക് 2 കിണറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ റംബൂട്ടാനല്ല ഊഞ്ഞാല് കെട്ടിയേക്കണേന്ന്. ശകരമൊക്കെ ഇറക്കിയോണ്ട് ഒന്നും അങ്ങനെ ക്ലിയർ ആവില്ല കേട്ടോ. ഇത്തവണ എന്തോ കായ്ച്ചില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ നല്ല മല പോലെയായിരുന്നു. ഇങ്ങനെ കായ്ച്ചിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഇത് പണ്ടത്തെ നാട്ടും കൂടെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അത് വിറക് വരെ ഒക്കെ ആക്കി വെച്ചേക്കുക. എൻ്റെ കുരിപ്പുകൾ 2 ഇതിൽ പാഞ്ഞ് നടക്കുക. കാരണം ഞാൻ പറഞ്ഞില്ല, ഇത് സ്വർഗം തന്നെയാണ്, സ്വർഗം. നിറയെ കവുങ്ങുകൾ, തെങ്ങുകൾ. കാര്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊന്നും കാശ് കൊടുത്ത് മേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം എല്ലാം പറമ്പിലുണ്ട്. ഞങ്ങളുടെ സ്വന്തം പറമ്പിലുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തും ഒക്കെ ഫുൾ കൃഷിയാണ്. ഇത് കണ്ടോ, ഇത് വേറെ വെറൈറ്റി കൊക്കോയാണ്, വയലറ്റ് കൊക്കോ. നല്ല രസമില്ല കാണാൻ. ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കും, എന്നാലും നല്ല രസമാണ് കാണാൻ. കറിവേപ്പിലകൾ തന്നെ പല പല വെറൈറ്റി ഉണ്ട്. ഉണ്ട ഇലയുള്ളത്, നീളം ഇലയുള്ളത്, അങ്ങനെ തന്നെ പല പല വെറൈറ്റികൾ. മൾബറി പഴം എനിക്കിഷ്ടമല്ല കേട്ടോ. ഞാൻ പച്ച മാത്രമേ തിന്നുള്ളൂ. പച്ചക്ക് നല്ല പുളിയാണ്, അതുകൊണ്ട് അതെനിക്കിഷ്ടം. പഴം എനിക്കിഷ്ടമല്ല. കാപ്പി, കൊക്കോ, തെങ്ങ്, കവുങ്ങ്, മാവുകൾ ഒക്കെ ഇഷ്ടം പോലെയുള്ള ഞങ്ങളുടെ പാരഡൈസ്. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എത്ര പേര് കണ്ടിട്ടുണ്ട് വീടിൻ്റെ മുറ്റത്തുനിന്ന് നേരെ കണ്ടത്തിലേക്ക് ഇറങ്ങുന്ന വീടുകൾ? ഞങ്ങൾക്ക് നേരത്തെ പോത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോത്തിനെയൊക്കെ ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ കണ്ടത്തിൽ തന്നെ കെട്ടിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ ഒരു 6-7 മാസമായി കൊടുത്തിട്ട്. ശങ്കരൻ എന്നായിരുന്നു പേര്. നല്ല രസമായിരുന്നു അവനുണ്ടായിരുന്ന സമയത്ത് കണ്ടത്തിൽ പുല്ലും ഒക്കെ ഇട്ട് കൊടുക്കാനും. ഞാനും ഇങ്ങനെ ഇടയ്ക്ക് വരുമ്പോഴൊക്കെ പിള്ളേരെ അവൻ്റെ പുറത്തൊക്കെ കയറ്റി ഞങ്ങൾ ഇരുത്തുമായിരുന്നു. നല്ല രസമായിരുന്നു. കണ്ടത്തിൽ തന്നെ തൊഴുത്തുള്ളതുകൊണ്ട് നമ്മൾ കണ്ടത്തിലെ പുല്ലൊക്കെ ഉണ്ടല്ലോ, ആ പുല്ലും തിന്നിട്ട് പുള്ളി തന്നെ അങ്ങ് തൊഴുത്തിലേക്ക് അങ്ങ് കയറിക്കോളുമായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കണ്ടം, അവൻ്റെ ശങ്കരൻകുട്ടിയുടെ തൊഴുത്ത്. അതാണ്. പിന്നെ ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. നോക്കണ്ടോ, സ്റ്റെപ്പ് ഇറങ്ങി വീട്ടിനകത്തുനിന്ന് സ്റ്റെപ്പ് ഇറങ്ങി നേരെ ഇറങ്ങണത് നമ്മുടെ സ്വന്തം കണ്ടത്തിലേക്ക്. ഇവിടെ കന്നിമാസം ഒന്നും വിലയ്ക്കോ ഒന്നുമില്ലാവേ. മകരത്തിലെ കൊയ്ത്തും മെതിയും മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം വണ്ടിയുടെയും ഒക്കെ ലഭ്യതയും ഒക്കെ നോക്കണമല്ലോ. പിന്നെ മെഷീൻ്റെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ഇവിടെ ചുറ്റുമുള്ളവരൊക്കെ മകരത്തിലാക്കിയാൽ കൊയ്ത്തും ഒക്കെ നടത്തുള്ളൂ. അതുകൊണ്ട് നമ്മളും അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ വണ്ടിയൊക്കെ വരുമ്പോൾ നഷ്ടമാകും. നമുക്ക് ഒറ്റയ്ക്ക് വേണ്ടി വണ്ടി കൊയ്യാനൊക്കെ വരുമ്പോൾ ഭയങ്കര നഷ്ടമാണ്. പപ്പായി കൊച്ചുമക്കൾക്ക് വേണ്ടി ഇത് സെറ്റ് ചെയ്യണതാട്ടോ, ഊഞ്ഞാലൊക്കെ. എങ്ങനെയുണ്ട്? കൊള്ളാവോ?
വീട് വിറപ്പിച്ചിരുന്ന ആളാ. അപ്പൊ ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുക. എൻ്റെ അമ്പാടിക്കുട്ടൻ പപ്പായുടെ ചെരുപ്പൊക്കെ ഇട്ട് ചെണ്ട കൊട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ ചെണ്ട കൊട്ട് തുടങ്ങി. ബാക്കി വിശേഷം പാർട്ട് 2-ൽ. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.